സ്നേഹമുള്ളവരെ, ശരീരത്തിൻ്റെ ശക്തി മാത്രം ആഘോഷിച്ചാൽ നിനക്ക് തെറ്റ് സംഭവിക്കും. മനസ്സിൻ്റെ ശക്തി മാത്രം ആഘോഷിച്ചാൽ നിനക്ക് തെറ്റ് സംഭവിക്കും. സമ്പത്തിൻ്റെ ശക്തി മാത്രം ആഘോഷിച്ചാൽ നിനക്ക് ശക്തി സംഭവിക്കും. നമുക്കറിയാലോ, എത്രയോ സമ്പന്നന്മാരാണ് ഈ അടുത്ത കാലങ്ങളിലൊക്കെ ആത്മഹത്യ ചെയ്തത്. എല്ലാവരും പത്രങ്ങളിലും യൂട്യൂബിലൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തത്? എത്രയോ പേർ, കോടികളുടെ സ്വത്തുള്ളവർ ആത്മഹത്യ ചെയ്യുമ്പോൾ നമ്മളിതൊന്നും അറിയാത്തവരെ പോലെ ജീവിക്കുമ്പോൾ, സ്നേഹമുള്ളവർ, എന്തുകൊണ്ട് അവരത് ചെയ്യുന്നു? നമ്മൾ അതേക്കുറിച്ചൊക്കെ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗാഢമായി ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ സ്നേഹമുള്ളവർ, കർത്താവിൽ ശക്തി കണ്ടെത്താൻ നമുക്ക് കഴിയണം. സമ്പത്തിൽ ശക്തി കണ്ടെത്തിയാൽ നമ്മൾ വീണുപോകും. ശരീരത്തിൻ്റെ സൗന്ദര്യത്തിൽ ശക്തി കണ്ടെത്തിയാൽ നമ്മൾ വീണുപോകും. ശരീരത്തിൻ്റെ കരുത്തിൽ ശക്തി കണ്ടെത്തിയാൽ നമ്മൾ വീണുപോകും. നമ്മൾ നമ്മുടെ സൗഹൃദത്തിൻ്റെ ശക്തിയിൽ കരുത്ത് കണ്ടെത്തിയാൽ നമ്മൾ വീണുപോകും. കർത്താവിൽ ശക്തി കണ്ടെത്തിയാൽ മാത്രമാണ് നമുക്ക് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സങ്കീർത്തനം 18 1, 2 തിരുവചനങ്ങൾ. ദൈവമാണ് എൻ്റെ ബലം, അവിടുന്നാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി. സംഖ്യയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഓരോരുത്തർക്കുള്ള, ഓരോ ഗോത്രങ്ങൾക്കുള്ള അവകാശങ്ങളും സ്വത്തും തിരിച്ചു കൊടുക്കുമ്പോൾ ദൈവം ലേവ്യ ഗോത്രത്തോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു സ്വത്തും തരുന്നില്ല, നിങ്ങൾക്കൊരു സ്ഥലവും തരുന്നില്ല, നിങ്ങൾക്കൊരു ആടുമാടുകളെയും തരുന്നില്ല. എന്നിട്ട് പുരോഹിത ശുശ്രൂഷ ചെയ്തിരുന്ന ലേവ്യരോട് ദൈവം പറയുന്ന എന്താണ്? നിങ്ങളുടെ ഓഹരി എന്താണ്? സംഖ്യയുടെ പുസ്തകം 18:20 കർത്താവ് ദൈവം അവരോട് പറയുകയാണ്, ഞാനാണ് നിങ്ങളുടെ ഓഹരിയും നിങ്ങളുടെ അവകാശവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സംഖ്യയുടെ പുസ്തകം 18:20 വചനം പഠിപ്പിക്കുകയാണ്, ലേവ്യർക്ക് ഒരു ഓഹരിയും കൊടുത്തില്ല, ലേഹ്യർക്ക് ഒരു സ്വത്തും കൊടുത്തില്ല. അവരോട് പറഞ്ഞു, ഞാനാണ് നിങ്ങളുടെ ഓഹരി, ഞാനാണ് നിങ്ങളുടെ അവകാശം. സ്നേഹമുള്ളവർ, ഇവിടെ സങ്കീർത്തകൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് തന്നെയാണ്, കർത്താവ് നിന്റെ ഓഹരിയായി മാറണം. ദൈവം നിന്റെ ഏറ്റവും വലിയ സമ്പത്തായി മാറണം. ദൈവം നിന്റെ ഏറ്റവും വലിയ നിധിയായി മാറണം. ദൈവം നിന്റെ ഏറ്റവും വലിയ ആരോഗ്യമായി മാറണം. ദൈവം നിന്റെ ഏറ്റവും വലിയ സുഹൃത്തായി മാറണം. ദൈവം നിന്റെ എല്ലാമായി മാറണം. അവിടെയാണ് നിനക്ക് നിന്റെ മനസ്സ് തളർന്നാലും, ശരീരം ക്ഷീണിച്ചാലും, ശരീരത്തിൽ രോഗം വന്നാലും കർത്താവിനെ മഹത്വപ്പെടുത്തി മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്.